ഗുരുവോം തത്സത്. നാരായണ ഗുരുകുല പരമ്പരയ്ക്ക് പ്രണാമം. മഹാഗുരുവിൻ്റെ ശിവശതകത്തിന് പൂജനീയ ഗുരു മുനി നാരായണ പ്രസാദ് രചിച്ച വ്യാഖ്യാനം. മന്ത്രം 14. ഓം ഒഴുകിടുമമ്പരഗംഗ തൻ്റെ നീരിൽ ചുഴിയൊടു തുല്യമുദിച്ചിടുന്ന നാഭിക്കുഴിയിലെഴുന്ന കളിന്ത കന്യ മേലോട്ടൊഴുകിടുമെന്ന കണക്കു രോമരാജി. ഒഴുകിടും അമ്പരഗംഗ തൻ്റെ മുകളിൽ നിന്ന് താഴേക്കൊഴുകുന്ന ആകാശഗംഗയുടെ നീരിൽ ചുഴിയൊടു തുല്യം, വെള്ളത്തിലുണ്ടാകുന്ന ചുഴി പോലെ ഉദിച്ചിടുന്ന നാഭിക്കുഴിയിലെഴുന്ന കളിന്തകന്യ, പ്രകടമായി വരുന്ന പൊക്കിളാവുന്ന കുഴിയിൽ നിന്നും പൊന്തി വരുന്ന യമുന, മേലോട്ടൊഴുകിടുമെന്ന കണക്ക് തിരിയെ മേലോട്ടൊഴുകുന്നത് പോലെയുള്ള രോമരാജി, രോമങ്ങളുടെ നിര എനിക്ക് എന്ന് കാണുമാറാകും. മുകളിൽ നിന്ന് താഴോട്ടൊഴുകുന്ന ആകാശഗംഗയുടെ വെള്ളത്തിലുണ്ടാകുന്ന ചുഴി പോലെയുള്ളതാണ് നിന്റെ നാഭി. അതിൽ നിന്ന് പൊന്തി വരുന്ന യമുന തിരിയെ മേലോട്ടൊഴുകുന്നത് പോലെയുള്ളതാണ് നിന്റെ ഉദരത്തിലെ രോമനിര. അത് എനിക്ക് എന്ന് കാണുമാറാകും. ആകാശത്ത് നിന്നും ഭൂമിയിലേക്കൊഴുകുന്ന അമ്പരഗംഗ നിന്റെ ആകാരത്തിലെ ഒരംഗമാണ്. എന്നിരുന്നാലും ഭസ്മം പൂശി വെളുത്തിരിക്കുന്ന നിന്റെ ഉടലും അതിലെ കറുത്ത രോമാവലിയും കാണുമ്പോൾ ആ ആകാശഗംഗയെ ഒരു ഉപമാനമാക്കാൻ തോന്നിപ്പോകുന്നു. സ്വർഗത്തിൽ നിന്നും ഭൂമിക്ക് ലഭിച്ച ഒരു വരദാനമാണല്ലോ ഗംഗ. നദികളുടെ പൊതുവെയുള്ള ഗതി ഒരു ദിക്കിൽ നിന്നും മറ്റൊരു ദിക്കിലേക്കായിരിക്കും. എന്നാൽ ആ ഒഴുക്കിലെ ഓരോ അംശവും പ്രത്യേകം പരിശോധിച്ചാൽ കാണാം വെള്ളം കറങ്ങിത്തിരിഞ്ഞ് ചുഴികൾ ഉണ്ടാകുന്നതും ചില ഭാഗങ്ങളൊക്കെ മേലോട്ടൊഴുകുന്നതും. അതുതന്നെയാണ് ജീവിതത്തിൻ്റെയും സ്വഭാവം. ആകെക്കൂടെ എടുത്താൽ ജീവിതം നിരന്തരം മുന്നോട്ടുള്ള ഒരു ഒഴുക്കാണ്. എന്നാൽ അതിനുള്ളിൽ പെട്ടിരിക്കുന്ന വ്യക്തികളുടെ ജീവിതം പ്രത്യേകം എടുത്തു നോക്കിയാൽ അത് മുന്നോട്ട് പോകുന്നതിനോടൊപ്പം ചിലപ്പോഴൊക്കെ ചുഴി പോലെ കറങ്ങിത്തിരിയുന്നതായും പുറകോട്ട് പോകുന്നതായും ഒക്കെ തോന്നും. അതിനെയാണ് നമ്മൾ ജീവിതത്തിലെ ക്ലേശങ്ങളെന്നും ആപത്തുകളെന്നും എല്ലാം വിളിക്കുന്നത്. ചുഴിയില്ലാത്ത ഒഴുക്കില്ല, ആപത്തില്ലാത്ത ജീവിതവുമില്ല. വ്യക്തി ജീവിതത്തിൽ സംഭവിക്കുന്ന ദുഃഖകരമായ സന്ദർഭങ്ങളെയെല്ലാം ആകെയുള്ള ഒഴുക്കിൻ്റെ ഭാഗമായി കാണാൻ ശീലിക്കണം. അപ്പോഴേ അത്തരം സന്ദർഭങ്ങൾ നമ്മെ ഉലയ്ക്കാതിരിക്കുകയുള്ളൂ. അതിനുള്ള മനക്കരുത്ത് എനിക്കുണ്ടാകണം. അതിൻ്റെ പ്രതീകമായി നിന്റെ ശരീരത്തെ എനിക്ക് കാണണം. നിന്റെ ശരീരം മുമ്പോട്ടുള്ള ഗംഗാപ്രവാഹമാണെങ്കിൽ അതിലുണ്ടായി മേലോട്ടൊഴുകുന്നുവോ എന്ന പ്രതീതിയുണ്ടാകുന്ന യമുനയ്ക്ക് തുല്യമാണ് നിന്റെ ഉടലിലെ കറുത്ത രോമാവലി. ആ യമുനയുടെ ഉദ്ഭവമാകട്ടെ ഒരു ചുഴിയാണ്. ആ ചുഴി മറ്റൊന്നുമല്ല, നിന്റെ നാഭി തന്നെ. ഗംഗ വെളുത്തതും യമുന കറുത്തതുമാണെന്ന കാര്യം പ്രസിദ്ധമാണല്ലോ. വെളുപ്പ് സന്തോഷത്തെയും കറുപ്പ് ദുഃഖത്തെയും കാണിക്കുന്നു. നിറത്തിൻ്റെ വിപരീത സ്വഭാവത്തോടൊപ്പം ഒഴുക്കിനുള്ള വിപരീത സ്വഭാവത്തെയും ഞാൻ വിഭാവനം ചെയ്യുന്നു. അങ്ങനെയുള്ള നിന്നെ എനിക്ക് എന്ന് കാണുമാറാകും. ഗുരുവോം തത്സത്.